പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വലിയ ശനിയാഴ്ചയിലാണ് ആയിരിക്കുക. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ വലിയ ആഴ്ചയിൽ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കാൻ, ഈശോയുടെ കുരിശിനെ പറ്റി ധ്യാനിക്കാൻ, അവിടുത്തെ പാടുപീടുകളെ പറ്റി ധ്യാനിക്കാൻ, അവിടുന്ന് നമ്മിലേക്ക് ഒഴിക്കുക കാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റിയൊക്കെ ധ്യാനിക്കാൻ നമുക്ക് അവസരം ലഭിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളൊക്കെ നിസ്സാരമാണ്. ഇന്നിന്റെ ഈ കഷ്ടതകളാണ് നിന്നെ സ്വർഗത്തിന് യോഗ്യനാക്കി മാറ്റാൻ പോണേ. ചില ആളുകളൊക്കെ പറയും, എത്ര നാള് ഞാനീ സഹിക്കണം, എത്ര നാള് ഞാനിങ്ങനെ കഷ്ടപ്പെടണം, എത്ര നാള് ഞാനിങ്ങനെ ചുമടെടുക്കണം. അതിനൊറ്റ ഉത്തരവുള്ളൂ, ഈശോ ആഗ്രഹിക്കുന്നത് വരെ, നിന്റെ വിശദീകരണം പൂർണ്ണമാകും വരെ കർത്താവ് നിന്നെ സഹനത്തിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോകും. ഈശോയ്ക്ക്, അതായത് സ്വന്തം പുത്രന് പിതാവായ ദൈവം നൽകിയത് എന്താ? കുരിശ. യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് സ്വന്തം പുത്രന് നൽകിയത് കുരിശ. എങ്കിൽ നമുക്ക് എന്ത് തന്നെ നൽകുകയില്ല, നമുക്കും കിട്ടും, നമുക്കും തരും ഈ പിതാവായ ദൈവം സഹനം. കാരണം സഹനത്തിലൂടെയാണ് നമ്മൾ സ്വർഗത്തിന് യോഗ്യരായി മാറുക. സഹനത്തിലൂടെ നമ്മൾ എളിമ പഠിക്കും. 2 ദൈവാശ്രയം പഠിക്കും. 3 വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പൊ സഹനത്തിലൂടെയാണ് നമ്മൾ ശുദ്ധീകൃതരാകുക. വചനം പ്രഭാഷകൻ പറയുമല്ലോ, എന്താ, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യര്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യന്. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരൊക്കെ സഹനത്തിന്റെ ചൂളയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നേ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നീ സഹനത്തിന്റെ താഴ്വരയിലാണെങ്കിൽ നീ വിളിക്കപ്പെട്ട ഒരാളാ. കർത്താവിന്റെ ചങ്കില് സ്ഥാനം പിടിച്ച ഒരാളാ. അതുകൊണ്ടാണ് നിന്നെ ഈ സഹനത്തിലൂടെ കർത്താവ് വിശദീകരിക്കണേ. അതുകൊണ്ടാ കർത്താവ് നിന്നെ ഈ സഹനത്തിലൂടെ എളിമപ്പെടുത്തണേ. അതുകൊണ്ടാ കർത്താവ് നിന്നെ സഹനത്തിലൂടെ കർത്താവിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കണേ. സഹനത്തെ പ്രണയിക്കാൻ സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ സഹനത്തെ പ്രണയിക്കാൻ കൃപ നൽകണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.